ഹലോ ഗൈസ്, ഇവനുണ്ടല്ലോ, ഇവൻ എൻ്റെ ജന്മശത്രുവാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പം എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ കഴിച്ചു നോക്കണമെന്നോ അല്ലെങ്കിൽ കഴിച്ചു നോക്കുമെന്നോ വിചാരിക്കാത്ത, ഇന്നലെ വരെ ചിന്തിക്കാത്ത ഒരു വെജിറ്റബിളാണ് കേട്ടോ ഈ വഴുതന. എന്തോ എനിക്കിഷ്ടമല്ല അവന് കേട്ടോ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ യൂട്യൂബ് എടുത്തപ്പോൾ ഇതിൻ്റെ ഇത് ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, മുന്നേ എൻ്റെ ചേച്ചിമാരൊക്കെ പറയാറുണ്ടായിരുന്നു ഇത് അടിപൊളിയാണ് ഫ്രൈ ചെയ്താൽ, കഴിക്കാത്തവർ പോലും വഴുതനങ്ങ കഴിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ ആ ഒരു റെസിപ്പി കണ്ടപ്പം എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നി. എങ്ങാനും ഇഷ്ടപ്പെട്ട ഈ ശത്രുവിനെ നമുക്കൊന്ന് കൂട്ടുകാരനാക്കാമല്ലോ അല്ലേ. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവുമെന്ന് അറിയണം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്ന ബിരിയാണി. നമ്മൾ വഴുതനങ്ങ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നല്ല റൗണ്ടിൽ സ്ലൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ മീറ്റ് മസാലയും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പനിക്ക് വേണ്ടി ഒരു 15 മിനിറ്റൊക്കെ വെച്ചു. ഇനി എങ്ങാനും ടേസ്റ്റ് കൂടുവാണെങ്കിൽ കൂടിക്കോട്ടെ എന്ന് എത്തിയിട്ട് കേട്ടോ. അങ്ങനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇതിന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. കുറേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് സൈഡ് നമ്മൾ മറിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വെളിച്ചെണ്ണ കൊണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വൺ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല സ്മെല്ല് തോന്നുന്നുണ്ട്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലുള്ളൊരു സ്മെല്ലാണ്. അപ്പം ഇതിൽ തോന്നുന്നല്ലേ. അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കരിഞ്ഞു പോയോ എന്നൊരു സംശയം ഇല്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ചോറിൻ്റെ കൂടെ ഒന്ന് കാഴ്ച തിന്ന് നോക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ നോക്കുമ്പം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ വഴുതന കഴിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു റെസിപ്പി അടിപൊളിയാണോ എന്ന് ഒന്ന് ചോറിൽ കൂട്ടി കഴിച്ച് നോക്കാം കേട്ടോ, എന്നിട്ട് പറയാവേ. അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഞാനിത് വെറുതെ പറയുകയല്ല, ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുകയാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കൂട്ടി കഴിക്കുമ്പോൾ ശരിക്കും കറിയൊന്നും വേണ്ട, വെറുതെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പോലും അടിപൊളിയാണ്. അപ്പോൾ എന്നെപ്പോലെ വഴുതനങ്ങ വിരോധികളുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കൂ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ.